വേദനാകരമായിട്ടുള്ള സംഭവത്തിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒന്ന്, ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്കെതിരായിട്ടുള്ള നടപടി ആദ്യം ഉണ്ടാവണം. രണ്ട്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ മുകളിൽ അന്വേഷണം ഉണ്ടാവും. താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഈ പുറത്തേക്കുള്ള ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ AC ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഡോറുകൾ മൊത്തം അടച്ചിട്ടേക്കായിരിക്കും ഫുൾ ടൈം. അപ്പോൾ പെട്ടെന്നുള്ള ഒരു വെള്ളം വന്ന കാരണം കൊണ്ട് പിള്ളേർ പാനിക്കായിട്ടുണ്ടാവാനാണ് ചാൻസ്. സാധാരണഗതിയിൽ ഒരു മണിക്കൂറിൻ്റെ മഴയിൽ തന്നെ ഏതാണ്ട് നമ്മുടെ അരപ്പൊക്കം വെള്ളം ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്നലെ കുറച്ചുകൂടി ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുകൂടെ ഉയർന്ന ഒരു ലെവലിലേക്ക് പോവുകയും വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റ് തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വന്നു. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് യാത്ര തുടങ്ങിയവർ, അധികൃതരുടെ അനാസ്ഥയിൽ ടാനിയ സോണി, ശ്രേയ യാദവ്, കൊച്ചി സ്വദേശിയായ നവീൻ ഡെൽവിൻ എന്നീ 3 പേർ ആ സ്വപ്നം മുഴുമിപ്പിക്കാനാകാതെ മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാനാകുമായിരുന്ന ദുരന്തം. ഇതിന് ആരാണ് ഉത്തരവാദികളെന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ഡോക്ടർ വി ശിവദാസൻ MP, BJP പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണു, വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ C രാമകൃഷ്ണൻ. ആദ്യം ഡോക്ടർ വി ശിവദാസൻ MPയിലേക്കാണ്. ഡോക്ടർ വി ശിവദാസൻ MP, അങ്ങാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ അതിരാവിലെ ആ കോച്ചിങ് സെൻറ്ററിൽ ആ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഒരു ജനപ്രതിനിധി. മലയാളിയായ നെവിൻ ഉൾപ്പെടെ 3 കുട്ടികളുടെ ദാരുണമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. കൂണുപോലെ ഒരു നിയന്ത്രണവുമില്ലാതെ മുളച്ചു പൊന്തുന്ന ഇത്തരം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണോ, അതോ അവിടുത്തെ പ്രാദേശിക സർക്കാരാണോ, ഈ സർക്കാരുകളെ നിയന്ത്രിക്കേണ്ട, അവിടുത്തെ എല്ലാ സുരക്ഷാ ചുമതലയും ഉറപ്പുവരുത്തേണ്ട കേന്ദ്ര സർക്കാരാണോ, ഈ തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങളാണോ? നമ്മൾ ആരെയാണ് ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്? ഡൽഹിയിൽ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ മുഖ്യ കാരണക്കാരെന്നുള്ളത് യൂണിയൻ ഗവൺമെൻറ്റാണ്. കാരണം അവിടുത്തെ ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും മറ്റെല്ലാ പ്രാദേശിക ഭരണ സംവിധാനത്തെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ നിലവിൽ യൂണിയൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. 2023 മെയ് മാസം 20-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിനേക്കാൾ അധികാരാവകാശങ്ങൾ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവ്, നിയമം യൂണിയൻ ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആർക്കാണിതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ല. അവിടെ മുഖ്യ ഉത്തരവാദിത്വം അത് പോലീസ്, ഡൽഹി പോലീസ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള കീഴിലാണ്. അതിനപ്പുറത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും മാത്രമല്ല, അതിനപ്പുറത്ത് അവരുടെ മുകളിലുള്ള അവസാനത്തെ വാക്ക് ലഫ്റ്റനൻറ്റ് ഗവർണറാണെന്ന് യൂണിയൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ മറ്റ് വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിൽ സേയുള്ള ആളായി ഗവർണറെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ ആരാണ് മുഖ്യ ഉത്തരവാദി എന്നുള്ളതിന് ആ ഉത്തരവ് അവിടെ കിടക്കുകയാണ്. എന്നാൽ അവർക്ക് മാത്രമല്ല ഉത്തരവെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ദാരുണമായ സംഭവം വളരെ വേദനിപ്പിക്കുന്ന 3 വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങളുമായി ഡൽഹിയിലേക്ക് വന്ന് ഡൽഹിയിലെ കോച്ചിങ് സെൻറ്ററുകളിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രയാസകരമായ സാഹചര്യത്തിൽ ഉൾപ്പെടെ പഠിച്ച് ആ കോച്ചിങ് സെൻറ്ററിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരിൽ നിന്ന് ഈ കോച്ചിങ് സെൻറ്റർ ഉടമകൾ വാങ്ങിയെടുക്കുന്ന വലിയ ഫീസുണ്ട്. ലക്ഷങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് രൂപയിൽ നിന്ന് വലിയ പണം ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ചിലർക്ക്, അതിൻ്റെ നേതാക്കന്മാർക്ക് ഈ കോച്ചിങ് സെൻറ്റർ ഉടമകൾ നൽകുന്നുണ്ട്. അതിനും അപ്പുറത്ത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വലിയ സഹായം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്നു. ഈ സമീപകാലത്ത് ഇറങ്ങിയ പല പത്രങ്ങളുടെയും 1-ാം പേജിലെ പരസ്യം എന്നുള്ളത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരസ്യമായിരുന്നു. ഇത്രയും പരസ്യം നൽകാൻ, ഇത്രമേൽ ആളുകളെ, അധികാരികളെ സ്വാധീനിക്കാൻ ഇവർക്കെങ്ങനെയാണ് ഇവർക്കെങ്ങനെയാണ് ഇത്രമേൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? വിദ്യാർത്ഥികളെ കൊള്ളയടിച്ചിട്ടാണ്.
പഠന സ്വപ്നങ്ങളുമായിട്ട് വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികളിൽ നിന്ന് കഴുത്തറപ്പൻ പൈസ വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഡൽഹിയാണ് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല. ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള കോച്ചിങ് സെൻറ്ററുകൾ ഡൽഹിയുടെയും സമീപ പ്രദേശങ്ങളുമായിട്ട് ഉണ്ട്. അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കോച്ചിങ് സെൻറ്ററുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഓഡിറ്റുകൾ നടക്കുന്നുണ്ടോ, ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ളതാണോ തുടങ്ങിയ പരിശോധനകളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ നിലനിൽക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് മാറ്റി തീർക്കുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ജനങ്ങളാകെ ഒന്നായി അണിനിരന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണ്? ഓവുചാലിലെ വെള്ളവും മഴവെള്ളവും ചേർന്ന് ക്ലാസ് മുറിയിലേക്ക് ഒഴുകിയെത്തുന്നു. ക്ലാസ് മുറി അവിടെ കൂടുതൽ വാതിലുകളില്ല, ജനലുകളില്ല, ആകെ ഇറങ്ങാനും കയറാനും ഒക്കെ ആയിട്ട് ഒരു വാതിൽ മാത്രമുള്ള ഒരു ഇടുങ്ങിയ കുടിസു മുറിയിലാണ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയമപ്രകാരം ക്ലാസ് നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ്, അവിടെ ലൈബ്രറി പ്രവർത്തിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അതായത് ഈ റാവുസ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജേന്ദ്രനഗറിലെ ശ്രീ ശിവദാസൻ എം പി, ഈ രാജേന്ദ്രനഗറിലെ റാവുസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്, റാവുസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം രാജ്യത്ത് വളരെ സിവിൽ സർവീസുകാരെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് എന്നാണ് അതിൻ്റെ ഒരു ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിച്ചുകയറ്റം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുണ്ട്. പക്ഷേ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. ആ ബേസ്മെൻറ്റ് മറ്റൊരു ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കരുതെന്ന് വളരെ കൃത്യമായ ചട്ടം നിലനിൽക്കുകയാണ്. അവിടെ ഒന്നുകിൽ പാർക്കിംഗായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസായി ഉപയോഗിക്കാം. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു പർപ്പസിന് ഉപയോഗിക്കരുത്. അവിടെയാണ് ഈ ലൈബ്രറി പ്രവർത്തിച്ചത്. ഇത് റാവൂസിൻ്റെ മാത്രം പ്രശ്നമല്ല, ദില്ലിയിലെ ഒട്ടുമിക്ക ഈ കോച്ചിങ് സെൻറ്ററുകളുടെയും അവസ്ഥ ഈ ബേസ്മെൻറ്റിൽ ഇത്തരത്തിൽ ലൈബ്രറികൾ സെറ്റ് ചെയ്യുന്ന അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ രാജ്യ തലസ്ഥാനത്ത് ഇത്തരം വലിയ രീതിയിൽ ഒരു അനാസ്ഥ കാണിക്കാൻ കഴിയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്? അവർക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് അവരുടെ പിൻബലം. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ തന്നെ ഈ കോച്ചിങ് സെൻറ്ററിൻ്റെ ഉടമകളുമായി, സ്ഥാപനങ്ങളുമായി എത്രമേൽ അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കപ്പെടേണ്ടുന്ന കാര്യമില്ല. ഈ കോച്ചിങ് സെൻറ്റർ ഉടമകൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ പരസ്യം കൊടുത്തുകൊണ്ട് അവരുണ്ടാക്കുന്ന സ്വാധീനവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ വിലക്കെടുത്ത്, പത്രമാധ്യമങ്ങളെ വിലക്കെടുത്ത് അവർക്ക് ഈ കൊള്ള, ഈ ജനവിരുദ്ധത, നിയമലംഘനം തുടർച്ചയായി നടത്താൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം ഡൽഹിയിലും പരിസര പ്രദേശത്തും നിലനിൽക്കുകയാണ്. മാനദണ്ഡങ്ങൾ ഏതുമില്ലാതെ കെട്ടിടങ്ങളെടുക്കാൻ അനുമതി കൊടുക്കുന്നു. കെട്ടിട നിർമ്മാണ ചട്ടത്തെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ആളുകൾക്ക് പോലും ഒറ്റ നോട്ടത്തിൽ തന്നെ തെറ്റാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കെട്ടിടങ്ങൾക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ നിലയിൽ അനുമതി കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ ആധിക്യം, അത് കൂടുതൽ വിശദീകരണം തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കോച്ചിങ് സെൻറ്ററുകൾ, ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം കോച്ചിങ് സെൻറ്ററുകളും ഇത്തരത്തിൽ സ്വാധീനം ചെലുത്തിയും വഴിവിട്ട നിലയിലും ആണ് എന്നാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇപ്പോൾ ബിജെപി പ്രതിനിധി ഇപ്പോൾ ബിജെപിയുടെ പ്രതിനിധി BG വിഷ്ണു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ അവിടുത്തെ AAP ഗവൺമെൻറ്റിനെയും അതുപോലെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനെയും, അത് ഭരിക്കുന്നത് AAP ആണ്, ഇവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് BJPയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ MP ബാൻസുരി സ്വരാജ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ദില്ലി രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള, ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ ഒരു മേഖലയാണ്. ഞാൻ നേരത്തെ ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ സുരക്ഷയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ AAP സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? ഇത്ര വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, ദില്ലിയിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, രാത്രിയിൽ പോലും ആ പ്രതിഷേധം അടങ്ങുന്നില്ല. പക്ഷേ
ദില്ലിയിൽ ചുമതലപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണറുണ്ട്. അദ്ദേഹം എന്തെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതായി ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇപ്പോൾ ബാൻസൂരി സ്വരാജ് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്, അതും AAP സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ AAP സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താവുന്ന ഒരു വിഷയമാണോ ഇത്? ഡൽഹി കണ്ടതിൽ വെച്ച് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് ഡൽഹിയിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ഉൾപ്പെടെ, എറണാകുളം സ്വദേശി ഉൾപ്പെടെ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമാണ്. കെട്ടിടങ്ങൾ പണി നടക്കുമ്പോൾ കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയില്ലെങ്കിൽ അതിന് ഏതെല്ലാം തരത്തിൽ മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ തദ്ദേശ ഭരണകൂടങ്ങളെല്ലാം ഇക്കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ഇതെല്ലാം മനുഷ്യജീവന് വലിയ വില കൽപ്പിക്കേണ്ടി വരും. നമ്മളെ തിരുവനന്തപുരം നഗരം നേരിടുന്നത് പോലെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം എല്ലാ നഗരങ്ങളിലും കൃത്യമായി നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് ഒഴുകിപ്പോകേണ്ട ജലം മുഴുവൻ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചു കയറുകയും അത്തരത്തിൽ ഇത് മനുഷ്യജീവന് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കോർപ്പറേഷൻ ഇതുവരെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? കഴിഞ്ഞ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ത് നടത്തി? വിദ്യാർത്ഥികൾ തന്നെ ശക്തമായ പ്രക്ഷോഭം അവിടെ നടക്കുകയാണ്. വിദ്യാർത്ഥികൾ തന്നെ പറയുന്നല്ലോ, ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 6 മാസമായി അല്ലെങ്കിൽ മഴക്കാലം എത്തിയിട്ട് യാതൊരുവിധ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളും അവിടെ നടത്തിയില്ല. വേസ്റ്റുകൾ കൊണ്ടും മറ്റുമൊക്കെ അവിടുത്തെ ഓട നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വെള്ളം വന്നപ്പോൾ പൂർണ്ണമായും കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പിന്നെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ വേളയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായ നടപടിയെടുത്ത് അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും BJPക്കില്ല. പക്ഷേ അവിടെ ഭരിക്കുന്ന ഭരണകൂടം പൂർണ്ണമായി നിസ്സംഗത പുലർത്തുകയും അവിടുത്തെ MLAയും സർക്കാരും കോർപ്പറേഷനും അടക്കം യാതൊരുവിധ പ്രതികരണങ്ങളും നടത്താതെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കും BJPക്കും ആണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്നത് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. നാഥനില്ലാ കളരിയായി ഇന്ന് ഡൽഹി മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്നു. നിരവധി MPമാരും MLAമാരും പലവിധ ആരോപണങ്ങളിലുണ്ട്. ഭരണം നയിക്കാനോ യാതൊരു വിധത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും ഡൽഹിയിലെ ആം ആദ്മി ഭരിക്കുന്ന കോർപ്പറേഷനോ ഡൽഹിയിലെ സർക്കാരിനോ കഴിയുന്നില്ല. കാരണം അവർ മറ്റ് പല പ്രശ്നങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. അവർ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നു. ഭരണപരിചയമില്ലാത്ത കൗൺസിലർമാർ, മേയർമാർ, ഇവരെല്ലാം ഡൽഹിയിൽ വലിയ തലവേദനയാണ് ഓരോ ദിവസവും സൃഷ്ടിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ അനുഭവിക്കുന്ന സമാനമായ തലവേദന ഇപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി ദില്ലിയിലെ ജനങ്ങളും അനുഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നീലിമ, അത് സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിച്ചതാണ്. താങ്കൾ തിരുവനന്തപുരത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും, അതിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നമ്മോടൊപ്പം വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ C. രാമകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ രാമകൃഷ്ണൻ സാർ, വളരെ നാളുകളായി ഇപ്പോൾ ഈ നീറ്റ് UGയുടെയൊക്കെ പ്രശ്നം വന്നപ്പോൾ നെറ്റിൻ്റെ ചോദ്യപേപ്പർ പരീക്ഷ ചോദ്യപേപ്പറൊക്കെ ചോർന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്. ഈ കേന്ദ്രീകൃത പരീക്ഷകളെല്ലാം ഇത്തരത്തിൽ നടത്തപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസ്യത തകരുന്ന പ്രശ്നമുണ്ട്. കൂണുകൾ പോലെ കോച്ചിങ് സെൻറ്ററുകൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം, പൊതുവിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വൻതോതിൽ പ്രചാരണവും വൻതോതിൽ വലിയ പിന്തുണയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വാണിജ്യവൽക്കരണമല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ദില്ലിയിൽ കണ്ടതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത്? ആദ്യമായിട്ട് നമ്മുടെ മക്കളുടെ പ്രായമുള്ള 3 പേര് ഇന്നലെ ഒരു അപകടത്തിൽ, ഡൽഹിയിലെ അപകടത്തിൽ മരിച്ചുപോയി. അതിലെല്ലാം സങ്കടം പങ്കുവെച്ചുകൊണ്ട് ഇതിനെ ആവർത്തിക്കാതിരിക്കാൻ ഡൽഹിയിലിത് ഉണ്ടായി. അത് കോർപ്പറേഷൻ മറ്റേ ബിൽഡിംഗ് ചട്ടങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതിലേക്ക് നയിക്കുന്നത് എന്താ? ഇതിലേക്ക് നയിക്കുന്നത് ഇന്നത്തെ യൂണിയൻ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന വിദ്യാഭ്യാസ നയമാണ്. സകലതും കേന്ദ്രീകരിക്കുക, എല്ലാം കച്ചവടവൽക്കരിക്കുക. കച്ചവടം ആയാൽ ലാഭം മാത്രമേ പ്രശ്നമുള്ളൂ. എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്നുള്ളത് പ്രശ്നമല്ല. ഈ നയത്തിൽ എന്താ പറയുന്നത്? ഈ നയത്തിൽ പറയുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് ലെസ് ഇൻപുട്ട് മോർ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് വളരെ കുറച്ച് കൊടുത്താൽ മതി, ഇങ്ങോട്ട് കൂടുതൽ കിട്ടണം. ഇതിലെ പദങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം,
അതിൽ പറയുന്നു പറഞ്ഞാൽ എല്ലാതരം റെഗുലേഷൻസും പിന്നെ അങ്ങനെ സ്ട്രിഞ്ചൻ ചെയ്യേണ്ട ആവശ്യമില്ല, കടുപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് ഇഷ്ടം പോലെ ലാഭമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിനെ കച്ചവടവൽക്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഉണ്ടാവുന്ന സമയത്ത് ഡൽഹിയിൽ നമ്മൾ കണ്ടു. ഓക്കെ, കോട്ടയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കൊല്ലം പിന്നെ നൂറുകണക്കിന് കുട്ടികളാണ്, 100-ലധികം കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഡൽഹിയിൽ ഈ സംഭവം ഇല്ലാതുകൊണ്ട് ഇത് വേറൊരു കോണ്ടെക്സ്റ്റിൽ നിരന്തരം ആത്മഹത്യകളാണ്. കാരണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവർക്ക് ഈ മാനസികമായിട്ടുള്ള സംഘർഷവും സമ്മർദ്ദവും പിന്നെ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് ഇതിനെ മാറ്റുകയാണ്. ജനങ്ങളുടെ ഒരു മധ്യവർഗ താല്പര്യവും ആഗ്രഹങ്ങളും ബാക്കി എല്ലാം കൂടി പിന്നെ വന്നപ്പോൾ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് കൂടുതൽ പ്രചാരം കൊടുക്കത്തക്ക രീതിയിൽ പരസ്യങ്ങളും മറ്റുമെല്ലാം വരുന്നതോടുകൂടി എന്തായെന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന ഒരു ഓറയുണ്ട്. ഈ ഓറയിൽ പെട്ടുപോയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഗതി. അതുകൊണ്ട് നമ്മൾ ഡൽഹിയിലെ സംഗതി ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടത് ഇതിന് ഇടയാക്കുന്ന കാരണങ്ങളെ കണ്ടെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഡൽഹിയാണ്, നാളെ ഡൽഹി അല്ല. ഒരു നിയമവും ബാധകമായിരിക്കില്ല. കാരണം ഇനി നാളെ കോളേജ് അഡ്മിഷന് പോലും NTA എക്സാമാണ് പറയുന്നത്. കാരണം നമ്മുടെ വീടിന് തൊട്ടടുത്ത കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷ വേണമെന്ന് പറയുന്നത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെയാണ് നീതീകരിക്കുക? നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് കുട്ടികളെ ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാനും വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് ലോബിക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്ന നയങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മാനസികവും ശാരീരികവും അവരുടെ യഥാർത്ഥത്തിലുള്ള നിലനിൽപ്പ് തന്നെ വലിയ ഭീഷണിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ചർച്ച നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹികമായി ചർച്ച നടത്തേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ചരക്കാക്കി മാറ്റേണ്ടതാണോ? വിദ്യാഭ്യാസത്തെ ഒരു കമോഡിറ്റിയാക്കി മാറ്റേണ്ടതാണോ? ലാഭം മാത്രമാണോ കാണേണ്ടത്? ഒരു മനുഷ്യപക്ഷ ഇല്ലെങ്കിൽ മിനിമം സൗകര്യങ്ങൾ ഇത് ആരുറപ്പാക്കും? ആ ഉറപ്പാക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാണ്? ഇതിനൊരു പ്രോട്ടോക്കോൾ വേണ്ടേ? എല്ലാറ്റിനും ഒരു പ്രോട്ടോക്കോളും ഉണ്ട്. ഈ പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുന്നതിന് ആരാ തടസ്സം? ഇപ്പോൾ ഡൽഹിയിലെ കാര്യം നേരത്തെ ഡോക്ടർ ശിവദാസൻ സൂചിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ ഗവൺമെൻറ്റിനെ മുഴുവൻ തന്നെ കൈയിട്ട് കെട്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരവും ഒരു നയത്തിലൂടെ കേന്ദ്രീകരിച്ചിട്ട് എല്ലാം സ്റ്റേറ്റാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ എല്ലാം കേന്ദ്രീകരിക്കുക, കോർപ്പറേറ്റൈസ് ചെയ്യുക, ഗവൺമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുക, വർഗീയവൽക്കരിക്കുക, ഇത്തരം നയങ്ങൾ ഉണ്ടാവുമ്പം നമ്മൾ ഇത്തരം അപകടങ്ങൾ ഭാവിയിലും നമ്മൾ കാണേണ്ടി വരും. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സമൂഹം ഒരുമിച്ച് ചേർന്ന് ചെറുത്ത് നിന്നാൽ മാത്രമേ ഇതിനെതിരായിട്ടുള്ള ഒരു വികാരപരമായിട്ടുള്ളതും വിചാരപരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികളുടെ മാനസികാരോഗ്യം, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ഇതൊക്കെ തന്നെ നാളത്തെ ഇന്ത്യയുടെ, നാളത്തെ ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി സാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ വി ശിവദാസൻ, ഡോക്ടർ രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വാണിജ്യവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം രാഷ്ട്രീയവും പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിലേക്കെല്ലാം വഴിവെക്കുന്നത് വളരെ കൃത്യമായ അജണ്ടയോടെയുള്ള ഒരു രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ BG വിഷ്ണു ചൂണ്ടിക്കാണിച്ചു, അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ തലവേദനകളും എല്ലാം അവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ മാത്രം ഇട്ട് അപ്പുറത്ത് മാറിയിരുന്ന് കുറ്റം പറയുന്ന ഒരു സ്ഥിതി. അതാണ് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത്. നോക്കൂ, കഴിഞ്ഞ ദിവസം പോലും ഒരാഴ്ച മുമ്പ് ഇതുപോലെ ദില്ലിയിൽ വെള്ളം കയറിയ സമയത്ത് ഷോക്കേറ്റ ഒരു വിദ്യാർത്ഥി, ഇതുപോലൊരു കോച്ചിങ് സെൻറ്ററിലെ ഒരു വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു വിദ്യാർത്ഥിക്ക് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ ബേസ്മെൻറ്റിലേക്കാണ് മിക്കവാറും ഈ കോച്ചിങ് ക്ലാസ്സുകൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നും ഔട്ടും ഒരേ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു സുരക്ഷാ സംവിധാനവുമില്ല. വിദ്യാർത്ഥികൾ പറയുന്നു, അവർക്ക് പണം മാത്രമാണ് വേണ്ടത്, ഞങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. ഇപ്പോൾ നോക്കൂ, ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ട് പോലും BJPയുടെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് AAP സർക്കാരിൻ്റെ കഴിവില്ലായ്മയാണ്. എങ്ങനെയാണ്
ആ സർക്കാർ പ്രവർത്തനരഹിതമായത് എന്ന് നമ്മൾ കാണുകയാണ് കുറച്ച് മാസങ്ങളായി. അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട്, പക്ഷേ അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലൊക്കെ നമ്മൾ പല വിധത്തിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോഴും ഈ ഒരു നിലപാടാണോ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളേണ്ടത്? കാരണം അവർക്കും കൃത്യമായ ഒരു കൂട്ടുത്തരവാദിത്വം രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകേണ്ടതല്ലേ? കൂട്ടുത്തരവാദിത്വം എന്നല്ല, മുഖ്യ ഉത്തരവാദിത്വം Yes. യൂണിയൻ ഗവൺമെൻറ്റിനാണ്. അത് ദ ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻറ്റ് ബിൽ 2023 എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ യൂണിയൻ ഗവൺമെൻറ് ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും പ്രാദേശിക സർക്കാരുകളുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യ കുറ്റവാളിയായി അവതരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിലവിൽ BJPയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം, അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ഇവിടെ ശ്രീരാമകൃഷ്ണ മാഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് കോച്ചിങ് സെൻറ്ററുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി രാജ്യത്താകെ കോച്ചിങ് സെൻറ്ററുകൾ വ്യാപകമാകുന്നു. ഇവിടെ കോച്ചിങ് സെൻറ്ററുകൾ എത്തിയാൽ മാത്രമേ തനിക്ക് റാങ്ക് ലിസ്റ്റുകൾ വരാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കടുത്ത ധാരണ രാജ്യത്താകെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 1ാം റാങ്കുകാരായിട്ടുള്ള നിരവധി പേരെ നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ടുൾപ്പെടെ ചില വാർത്തകൾ വന്നു. ഇങ്ങനെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നവർ പലയിടങ്ങളിലും കോച്ചിങ് സെൻറ്റർ ഉടമകളുമായി ഒത്തുകളിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ വാങ്ങിയിട്ടാണ് ഉയർന്ന വിജയം വാങ്ങുന്നതെന്നുള്ള ആക്ഷേപം ഇവിടെ ഉയരുകയും തുടർന്ന് അതിൻ്റെ അന്വേഷണവുമായി പോയപ്പോൾ ചില കോച്ചിങ് സെൻറ്റർ ഉടമകളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യവും വന്നു കഴിഞ്ഞു എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കോച്ചിങ് സെൻറ്ററുകൾ മുളച്ചു പൊന്തുന്ന, പൊതുവിദ്യാലയങ്ങൾ ദുർബലപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് മാറ്റേണ്ടത്. ആ നയമാണ് ഒന്നാമത്തെ പ്രശ്നക്കാരൻ ആയി നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിലുൾപ്പെടെ ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകൾ ഉണ്ടാക്കുന്ന വിഷയം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത് കടുത്ത സെൻട്രലൈസേഷനിൽ നിന്ന് നിങ്ങൾ മാറണം. വിദ്യാഭ്യാസ രംഗം എന്നുള്ളത് വികേന്ദ്രീകരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് പരിപൂർണമായി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകണം. അല്ലാതെ വിദ്യാഭ്യാസത്തെ, പൊതുവിദ്യാഭ്യാസത്തെ ആയാലും ഉന്നത വിദ്യാഭ്യാസത്തെ ആയാലും അത് യൂണിയൻ ലിസ്റ്റിൽപ്പെടുത്തുക എന്ന മട്ടിലുള്ള സമീപനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. രാജേന്ദ്രനഗറിലുണ്ടായിട്ടുള്ള സംഭവത്തിൽ അവിടെ നടപടിയെടുക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പോലീസിനുണ്ട്. എൻ്റെ മൊബൈലിൽ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ അയച്ചു തന്നിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഈ ഓവുചാലിലെ ഈ മഴവെള്ളം അങ്ങോട്ട് ക്ലാസ്സിലേക്ക് അടിച്ചു കയറി വിദ്യാർത്ഥികളാകെ ബഹളമയായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹപാഠികൾക്ക് അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അവരതിൽ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ദുരന്ത നിവാരണ സേനയുടെ ആളുകളുമായിട്ടെങ്ങാനും ബന്ധമുണ്ടെങ്കിൽ ഉടൻ ഒന്ന് അറിയിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾ അയച്ചിട്ടുള്ള മെസ്സേജ്. നമുക്ക് എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. തങ്ങളിരിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് പുറത്തെ വെള്ളം ഒഴുകിയെത്തുന്നു, തങ്ങൾക്ക് പുറത്തോട്ട് കടക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ആ 3 വിദ്യാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നവർ എത്രമാത്രം നീറിയായിരിക്കും അവരുടെ ജീവിതം നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ, നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ നമ്മൾ ഗൗരവത്തോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്യണം. രാജസ്ഥാനിലെ കോട്ടയിൽ മാത്രം 100-ലധികം വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ വാർത്തകൾ നാം വായിച്ചു കഴിഞ്ഞു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കോച്ചിങ് സെൻറ്ററുകൾ ആണ് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകളുടെ പീഡനങ്ങളെ തുടർന്നുള്ള മരണവാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവർ കോച്ചിങ് സെൻറ്ററുകളിൽ ഭൂരിപക്ഷവും കൊള്ളപ്പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറിയിരിക്കുന്നു. അവർ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ സ്ഥാപനം തുടങ്ങുന്നു.
ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ലഭിക്കാതെ വരുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ. ഈ വിദ്യാർത്ഥി തന്നെ ഇപ്പം ചാനലിൻ്റെ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിയുടെ വാക്ക് എന്താണ്? പലപ്പോഴും വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാവാറുണ്ട്. അരയോളം വെള്ളം ക്ലാസ് മുറിയിൽ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്ലാസ് സസ്പെൻഡ് ചെയ്ത് ഞങ്ങളെ പറഞ്ഞയക്കുകയാണ് ചെയ്യാറ്. ഈ സംഭവം ഇനി ഉണ്ടായിക്കൂടാ. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർക്കശ്യമാർന്ന നിലപാട് എടുക്കുന്നതിന് പ്രാദേശിക ഭരണകൂടത്തിന് കഴിയണം. പ്രാദേശിക ഭരണകൂടത്തിനല്ല, എല്ലാ അധികാരങ്ങളും ലഫ്റ്റനൻറ്റ് ഗവർണറുടെ കൈകളിലാണ് എന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് നിയമനിർമ്മാണം തിരുത്തപ്പെടണം. പ്രാദേശിക സർക്കാരുകൾക്ക് അധികാരം കൊടുക്കണം. പ്രാദേശിക സർക്കാരുകൾ ആ അധികാരം ശരിയാവണ്ണം വിനിയോഗിക്കണം. ഈ സംഭവങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്നുള്ളത് അത് അഴിമതിയാണ്. ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി കൂടിയാണ്. ആ അഴിമതിയെ ഇനിയും വർദ്ധിപ്പിക്കുന്ന നിലയിൽ സ്വകാര്യവൽക്കരണവും കേന്ദ്രീകരണവും അല്ല രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. മറിച്ച് ഈ വിദ്യാർത്ഥികളെ ആകെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സമീപനമായിരിക്കണം. അതിനുവേണ്ടി സേഫ്റ്റി ഓഡിറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കണം. സേഫ്റ്റി ഓഡിറ്റിൽ കൃത്യതയില്ലാതെ നടക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും അതിൻ്റെ ഉടമകൾക്ക്, അതിൻ്റെ നടത്തിപ്പുകാർക്ക് എതിരായി സർക്കാർ തലത്തിൽ നടപടിയുണ്ടാവുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കെട്ടിട നിർമ്മാണ ചട്ടത്തിൻ്റെ ബാലപാഠം അറിയുന്നവർക്കെല്ലാം നിയമം ലംഘിച്ച് പണിതിട്ടുള്ള കെട്ടിടത്തിലാണ് അവിടെ ക്ലാസ് മുറികൾ നടക്കുന്നത് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഡൽഹിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണർ നിയന്ത്രിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രയാസകരമായിട്ടുള്ള യാഥാർത്ഥ്യം. യെസ്, ബി ജി വിഷ്ണു, അതാണ് പറഞ്ഞു വരുന്നത്. ഈ കെട്ടിട നിർമ്മാണ ചട്ടം, അതുമായി ബന്ധപ്പെട്ട NOCകളെല്ലാം അവിടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ് നൽകുന്നത്. അവരെ ഒരു തരത്തിലും ഈ പ്രശ്നത്തിൽ വെള്ളപൂശാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള NOC നൽകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമാണ്. തീർച്ചയായും അത് ഡൽഹി പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ മാസം ആദ്യമാണ് ഈ പ്രസ്തുത കെട്ടിടത്തിന്, റാവൂസ് അക്കാഡമിയുടെ കെട്ടിടത്തിന് NOC നൽകുന്ന സാഹചര്യം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത്. നോക്കൂ, ഇങ്ങനെ ഇത് റാവൂസ് അക്കാഡമിയുടെ കാര്യം മാത്രമല്ല, അവിടെ ചുറ്റുപാടും പ്രവർത്തിക്കുന്ന ഈ കരോൾ ബാഗിലുള്ള 100 കണക്കിന് ഈ കോച്ചിങ് സെൻ്ററുകളുടെ സ്ഥിതി ഇത് തന്നെയാണ്. വലിയൊരു അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് ശിവദാസൻ MP പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ഈ മന്ത്രാലയത്തിന്, വിദ്യാഭ്യാസ മന്ത്രാലയത്തിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? പ്രത്യേകിച്ച് നീറ്റ് UG പരീക്ഷയുടെയൊക്കെ, നെറ്റിൻ്റെയൊക്കെ പരീക്ഷാ ചോദ്യപേപ്പർ ചോരുകയും ഈ കോച്ചിങ് സെൻറ്ററുകളിലേക്ക് അന്വേഷണമൊക്കെ ചെന്നെത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ പരിശോധനയെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ചർച്ചയിൽ വിദ്യാഭ്യാസ വിദഗ്ധരടക്കം ഡൽഹിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റുവയ്ക്കാൻ ശ്രമിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനുമൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഗുണകരമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതിൽ വിയോജിപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് IND സഖ്യത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള ചില കക്ഷികൾ മാത്രമേ എതിർക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം കക്ഷികളും രാജ്യത്തെമ്പാടും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചവർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുള്ളത് കൊണ്ട് ഡൽഹിയിൽ വെള്ളം കയറിയതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമാണ് എന്നുള്ള വിചിത്രമായ വാദം ഉയർത്തുമ്പോൾ അത് കേട്ട് ചിരിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. ഞാൻ അതിന് മറുപടി പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഡൽഹിയിൽ ഉണ്ടായ അപകടത്തെ യാതൊരു കാരണത്തിലും ന്യായീകരിക്കാൻ കൃത്യമായ കൂട്ട ഉത്തരവാദിത്വത്തിന്റെ ബാധ്യതയാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ AAP സർക്കാരിനെ വെള്ളപൂശുന്ന ഒരു സമീപനമല്ല എടുത്തത്. ഈ പറഞ്ഞ അല്ലേ, ഈ
ഇപ്പോഴത്തെ കെട്ടിടത്തിന് മാത്രമല്ല, ഏതെങ്കിലും കെട്ടിടങ്ങൾക്ക് അനധികൃതമായോ തെറ്റായോ ഒക്കെ NOC ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, അത് കോർപ്പറേഷൻ പരാതിപ്പെടണം. ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായ ഇടപെടൽ, നമുക്കെല്ലാം അറിയാം, ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സെക്രട്ടേറിയറ്റിലടക്കവും പല കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നുമല്ല, ഉദ്യോഗസ്ഥന്മാരാണ്. അല്ലാതെ പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വന്നിട്ടല്ല NOC നൽകുന്നത്. ഏത് സർക്കാരിനും ഏത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കീഴിലായാലും ഉദ്യോഗസ്ഥന്മാർ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ അവിടുത്തെ ലോക്കൽ ബോഡി അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അത്തരത്തിൽ തെറ്റായ NOC നൽകിയിട്ടുണ്ടെങ്കിൽ എന്തേ അവിടുത്തെ മുനിസിപ്പാലിറ്റി അത് തെറ്റാണെന്നുള്ള രീതിയിൽ കത്തയക്കാതിരുന്നത്? അപ്പോൾ ഞാനിതിൽ അതിൽ നേരായ രീതിയിലാണോ അല്ലാതെയാണെന്ന് എനിക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ അലംഭാവം കാട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള AAP MLAയും AAPയുടെ അവിടുത്തെ കൗൺസിലറും അടക്കം എന്തുകൊണ്ട് കോർപ്പറേഷനും അതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അപകടങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളടക്കം ലംഘിക്കപ്പെടുമ്പോൾ അത് തിരുത്തേണ്ടവർ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ ഇനിയും വിദ്യാർത്ഥികളും സാധാരണക്കാരനടക്കം ജീവന് വലിയ ഹാനി ഉണ്ടാക്കും. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യം കെട്ടി നിന്നു, പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ തിരുവനന്തപുരം നഗരത്തിലടക്കം വെള്ളക്കെട്ട് ഇപ്പോൾ വളരെ ഇതാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂരിലടക്കം നമുക്ക് അറിയാം, നിലുവയ്ക്കടക്കം നമ്മളെല്ലാം തിരുവനന്തപുരത്തുള്ളവരാണ് അറിയാം. ചെറിയൊരു മഴ വന്നാൽ പോലും തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിലുള്ള കടകൾ പോലും, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള ബേസ്മെന്റിൽ താഴേക്ക് പ്രവർത്തിക്കുന്ന കടകളൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ സജീവമാണ്. ഇതൊന്നും നരേന്ദ്രമോദി നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്. എത്രയോ കടകൾ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പെയ്ത മഴയിലടക്കം നിരവധി സ്ഥാപനങ്ങൾ അവിടെ നിന്ന് അവർ എടുത്തുകൊണ്ട് പോകുന്നു. മഴ കഴിയുമ്പോൾ വീണ്ടും അവിടെ തിരിച്ചു പ്രവർത്തിക്കുന്നു. വിഷ്ണു, തിരുവനന്തപുരം അവിടെ നിൽക്കട്ടെ, അത് യാഥാർത്ഥ്യം തന്നെയാണ്, അത് അംഗീകരിക്കാതെ പോകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തവുമാണ്. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. നോക്കൂ, രാഷ്ട്രപതി താമസിക്കുന്ന പ്രസിഡൻസ് എസ്റ്റേറ്റ് പോലും മുങ്ങിപ്പോകുന്നൊരു സ്ഥിതിയുണ്ട് അവിടെ അരമണിക്കൂർ മഴ പെയ്താൽ. അപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവരൊക്കെ ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്? അവിടുത്തെ ഈ ഡ്രൈനേജ് സംവിധാനം ശരിയല്ല എങ്കിൽ അത് വൃത്തിയാക്കാൻ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ ബാധ്യതയില്ലേ? പകരം ഒരു അവസരമായി കണ്ട് AAPയെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണോ സ്വീകരിക്കേണ്ടത്? ഇന്ന് ആദ്യമായല്ലോ ഇന്നലെ ദില്ലിയിൽ മഴ പെയ്തത്. എത്രയോ ദിവസമായി അവിടെ മഴ പെയ്യുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്നു, ജനജീവിതം ദുസ്സഹമാകുന്നു. ഈ സമയത്തെ ഒരു അവസരമായി കണ്ട് കുറ്റപ്പെടുത്തുകയുള്ള ഇവരുടെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പറയുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഡൽഹിയുടെ മണ്ണിൻ്റെ സ്ഥിതി അനുസരിച്ച് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലുള്ള മണ്ണല്ല. ഡൽഹിയിൽ പലപ്പോഴും വലിയ മഴ പെയ്താൽ എത്ര തന്നെ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും വെള്ളം ഉയരാറുമുണ്ട്. പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ നദിയിലേക്ക് ഒഴുകി പോകാറുണ്ട്. എന്നാൽ ചില പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകി പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലടക്കം ഡൽഹി കോർപ്പറേഷൻ വലിയ രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളിലടക്കം വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ ഇപ്പോൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതൊക്കെ നീക്കം ചെയ്യേണ്ടത് അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഭരിക്കുന്ന AAP സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത്? അല്ലാതെ പ്രധാനമന്ത്രി ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലല്ല അവിടെ തൊഴിലാളികൾ വന്ന് അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം എല്ലാ വർഷവും പ്രത്യേകിച്ച് മഴക്കാലത്തിന് മുമ്പടക്കം രാഷ്ട്രപതി ഭവനിലായാലും ശരിയാക്കുന്നത്. അവിടുത്തെ മുനിസിപ്പാലിറ്റി തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരല്ലല്ലോ, സെക്രട്ടേറിയറ്റിലെ ഡ്രെയിനേജ് ക്ലിയർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരാണോ? അല്ലല്ലോ, കോർപ്പറേഷൻ തന്നെയാണ്. ഒരു ചെറിയ ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ശിവദാസൻ MP ഈ ഉദ്യോഗസ്ഥരുടെ അടക്കം നിയന്ത്രണം ലഫ്റ്റനന്റ് കേണലിലേക്ക്, അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറിലേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു സമീപനം, അത്തരത്തിലൊരു നയം മാറ്റമാണ് ഈ NDA സർക്കാർ കൊണ്ടുവന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാസങ്ങളായി ശമ്പളം നൽകുന്നില്ല, ശമ്പളം പിടിച്ചു വയ്ക്കുന്ന ഒരു സമീപനമൊക്കെ വാർത്തകളായതാണ്. ഒരുപക്ഷെ അതുകൂടി ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥയ്ക്ക് വഴി വെച്ചിട്ടുണ്ടാകില്ലേ? ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്നത് അവരുടെ സ്ഥിരമായി ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തെ മാറ്റുകയല്ലോ. ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർക്ക് തൊഴിലെടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ വീട് നോക്കി ഭക്ഷണം എങ്കിലും കഴിക്കാൻ പറ്റണമല്ലോ. നിത്യജീവിതത്തിൻ്റെ പ്രയാസം ഉണ്ടാക്കുന്നതിലേക്ക് തങ്ങളുടെ ശമ്പളം കിട്ടാതെയുള്ള തൊഴിൽ മാറുന്നുണ്ടെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്യില്ല, ആ തൊഴിൽ ചെയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. ഇവിടെ എന്താണ്, ഡൽഹിയിൽ ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ 2 തവണ പറഞ്ഞു കഴിഞ്ഞു.
വിഷ്ണുവിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മൂന്നാമത് പറയാണ്, ഡൽഹി ഗവർണർ, ലെഫ്റ്റനൻറ്റ് ഗവർണറെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ പ്രതീക്ഷിച്ച് ഭരണം നടത്തുകയാണ് യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. നാളെ തമിഴ്നാടോ കർണാടകയോ കേരളമോ ആവട്ടെ, അവിടങ്ങളിൽ ഇതുപോലെ ഒരു ഗവർണറെ അയച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? രണ്ട്, അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട MLA-മാരൊന്നുമല്ല പരാതി അയക്കേണ്ടത്. ഇതൊക്കെ പരിശോധിക്കുന്നതിനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനം അവിടെ ഉണ്ടല്ലോ. അവർ ഗവർണർ നേരിട്ട് നിയന്ത്രിക്കേണ്ട ആളുകളാണ് എന്നും അവർ മുഖ്യമന്ത്രിയുടെ നേരിട്ട് നിയന്ത്രണത്തിലല്ല എന്നും പറഞ്ഞിട്ടുള്ളത് ആരാണ്? BJP-യുടെ സർക്കാരാണ്, യൂണിയൻ സർക്കാർ. ആ യൂണിയൻ സർക്കാരിൻ്റെ നിയമനിർമ്മാണം എന്തിനു വേണ്ടിയായിരുന്നു? ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഡൽഹിയിൽ അസ്ഥിരീകരിക്കണം എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ആ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഡൽഹി സർക്കാരിനെയോ അല്ലെങ്കിൽ MCD മുനിസിപ്പൽ കോർപ്പറേഷനെയോ മാത്രം പറഞ്ഞു പോകേണ്ടുന്ന ഒരു വിഷയമല്ല. ഇത് യൂണിയൻ സർക്കാർ എന്ന നിലയിൽ ആഴത്തിലുള്ള പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ പാവപ്പെട്ട 3 വിദ്യാർത്ഥികളുടെ പഠന സ്വപ്നങ്ങളുടെ വലിയ ആശയമായിട്ട് നെഞ്ചിൽ സൂക്ഷിച്ച് ഡൽഹിയിലേക്ക് വന്നിട്ടുള്ള ആ വിദ്യാർത്ഥി പ്രതിഭകളുടെ വേർപാടിന് ഇടയാക്കിയിട്ടുള്ള നയം ആരുടേത് എന്ന് ചോദിച്ചാൽ അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനാണ് നിങ്ങളിങ്ങനെ കോച്ചിങ് സെൻറ്ററുകൾ വർദ്ധിപ്പിക്കുന്നത്? അത് ഈ കോച്ചിങ് സെൻറ്റർ ഉടമകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കോച്ചിങ് സെൻറ്ററുകളെ നിയന്ത്രിക്കുന്നതിന് എന്താണ് യൂണിയൻ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. അത് നമ്മുടെ നാട്ടിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാര്യക്ഷമമാക്കി വെക്കുന്നതിന് വേണ്ടി പണം നീക്കി വെക്കുക എന്നുള്ളതാണ്. ഈ ബജറ്റിൽ ഉൾപ്പെടെ അങ്ങനൊരു പണം നീക്കി വെക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ യൂണിയൻ ഗവൺമെൻറ് തങ്ങളുടെ ചുമതല നിർവഹിക്കണം. ഒരു കാരണവശാലും അല്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. ക്ലാസ് മുറിയിൽ നിന്ന് മെസ്സേജ് അയക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അവിടുത്തെ. ആ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് അവർ തങ്ങളുടെ സഹപാഠികൾക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാകുക. ഈ സംഭവം കഴിഞ്ഞിട്ട് എപ്പോഴാണ് പോലീസ് അവിടെ എത്തിയത്? പോലീസ് എത്തിയതിന് ശേഷവും എന്ത് സംവിധാനമാണ് അവർ ഒരുക്കിയത്? അവിടെ കെട്ടിക്കിടന്നിട്ടുള്ള വെള്ളം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞോ? എത്രമേൽ സമയമെടുക്കുകയുണ്ടായി? അവിടെയുള്ള വിദ്യാർത്ഥികളായിട്ട് ആളുകളൊക്കെ ഓടിയെത്തിയാണ് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡൽഹിയിലെ പോലീസ് എന്ന് പറയുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഓടിയെത്തേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കേണ്ടുന്ന ആ പോലീസ്, അത് വിദ്യാർത്ഥികളോട് പ്രയാസം അനുഭവിക്കുന്നവർക്കൊപ്പം അല്ല നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കണം. ഇത് മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് ഉള്ള ചൂതാട്ടാണ് നിങ്ങൾ നടത്താൻ നോക്കുന്നത്. അതുണ്ടാവരുത്. ഈ വിഷയം, കോച്ചിങ് സെൻ്ററുകളിലെ വിഷയം പാർലമെൻറ്റിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിട്ടുള്ളതാണ്. കോട്ടയിൽ ഉണ്ടായിട്ടുള്ള ആത്മഹത്യയുടെ കഥകൾ ഉൾപ്പെടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴും ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിന് ഈ പ്രശ്നത്തിൻ്റെ ആഴം ഇപ്പോഴും ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് പോകുന്നത്. അവർ തെറ്റ് സമ്മതിച്ച്, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു, ഞങ്ങളുടെ തെറ്റിൻ്റെ ഇരയാണ് എന്ന് തുറന്ന് പറയാനും പ്രശ്നം ഭാവിയിൽ ആവർത്തിക്കാത്തതിലേക്ക് കൊണ്ടുപോകാനുള്ള സന്നദ്ധതയാണ് യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ രാമകൃഷ്ണനിലേക്ക് പോകുകയാണ്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട് നീറ്റിനെതിരെ വളരെ കൃത്യമായ ഒരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. കോച്ചിങ് സെൻ്ററുകളും ട്യൂഷൻ സെൻ്ററുകളും നിരോധിക്കണമെന്നാണ് ഈ വിദഗ്ധ സമിതി സർക്കാരിന് നൽകിയ ഏറ്റവും വലിയ ശുപാർശയായി ചൂണ്ടിക്കാട്ടാനുള്ളത്. ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ വാണിജ്യവൽക്കരണം തടയാൻ നടപടി വേണം എന്ന് തമിഴ്നാട് പോലുള്ള സംസ്ഥാനം ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ കോച്ചിങ് സെൻ്ററുകളൊന്നും ഒരു റെഗുലേറ്ററി ബോഡിയുടെയും പരിധിയിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ നിയന്ത്രിക്കാൻ തമിഴ്നാട് മാതൃകയിൽ ഒരു സംവിധാനം അനിവാര്യമല്ലേ? അതിലേറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. സുഹൃത്തുക്കൾക്കെല്ലാം ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കുകയെല്ലാം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം
നമ്മൾ നയം പറയുമ്പം സ്വാഭാവികമാണത്. കാരണം അതിനോട് വിശദീകരണം ഇല്ലെങ്കിൽ നമുക്കതല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എങ്ങനെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത്? എങ്ങനെയാണ് കേരളമായത്? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഏറ്റവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വർഷം പുറപ്പെടുവിച്ച യൂഡൈസ് ഡാറ്റയുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മൊബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളിൽ 40% മേലെ 44% കുട്ടികളാണ് 12ാം ക്ലാസ്സിലെത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 66% കുട്ടികൾ അതിന് മുമ്പേ തന്നെ കുഴിച്ച് കളയപ്പെടുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കണക്കാണ്. എന്ന് പറഞ്ഞാൽ 30 കോടി കുട്ടികളിൽ ഏതാണ്ട് 20 കോടി കുട്ടികളോളം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പം ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് അത് മതി. കാരണം 30 കോടി രൂപ കുട്ടികളുടെ ഒരു 10 കോടി കുട്ടികളുടെ സമ്പത്തുണ്ടെങ്കിൽ ഈ കച്ചവടക്കാർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കാം. അതിന് പറ്റുന്ന രീതിയിൽ എല്ലാം സെൻട്രലൈസ് ചെയ്യുക. ഇതിനു മുമ്പ് എങ്ങനെയാണ് ചെയ്തത്? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നില്ലേ? എന്താ കുഴപ്പമുണ്ടായത്? സ്റ്റേറ്റ് ലിസ്റ്റ് ആയാലും നമുക്ക് കേന്ദ്രീകരിച്ച് സെൻട്രൽ അഡ്മിഷന് വഴിയുണ്ടല്ലോ. ഇതൊക്കെ തന്നെ ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യയിലുണ്ട്. അപ്പോൾ കേന്ദ്ര ലിസ്റ്റ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കോച്ചിങ് സെൻറ്ററിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊന്നും തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പരിച്ഛേദത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന നയങ്ങളാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് നമ്മളെ കുഞ്ഞുമക്കൾ എങ്ങനെയാണ് ഇത്തരം ബേസ്മെൻറ്റിലായാലും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ ഈ മുതലാളിമാരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ലാഭമാണ്. ആ ലാഭം കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ് നടക്കാത്തത്? ഈ കച്ചവട സ്ഥാപനം മാതിരിയല്ല നമ്മളെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ സുരക്ഷ എന്ന് പറയുന്നത് പീഡിയെ സംരക്ഷിക്കുന്ന മാതിരിയല്ല. അതും പ്രധാനമാണ്. പക്ഷേ ഇതൊരു ജീവൻ കൊണ്ട് കളിക്കുന്നതാണ്. നാളേക്കുള്ള പ്രതീക്ഷകളും നാളേക്കുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ തന്നെ വരുന്ന ആൾക്കാരെ അപകടത്തിൽപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ മുതലാളിമാരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നയമല്ലേ? തമിഴ്നാട് എടുത്ത സ്റ്റാൻഡ് അതാണ്. തമിഴ്നാട് എടുത്തതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൻ്റെ ഗ്രാമങ്ങളിലുള്ള മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ഈ കേന്ദ്രീകരിച്ചുള്ള സംഗതി പറ്റില്ല. അതുകൊണ്ടാണ് അവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെയുള്ള അഡ്മിഷൻ നടന്നതല്ലേ? അങ്ങനെ അഡ്മിഷൻ നടക്കുമ്പോഴും എയിംസിലും IIT-യിലും മറ്റുമെല്ലാം തന്നെ പ്രവേശനത്തിൻ്റെ രീതികളുണ്ടായിരുന്നുവല്ലോ. അതൊക്കെ തന്നെ കേന്ദ്രീകരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ ഇത് തുറന്നു കൊടുക്കുന്ന നയത്തെപ്പറ്റി പറയുമ്പം അതിനെ പുച്ഛിച്ച് പുറത്ത് തള്ളുന്നത് ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ തന്നെയാണ് നമ്മൾ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്. കാരണം അത് കൃത്യമായ രാഷ്ട്രീയമാണ്. കാരണം ഇവർക്ക് വേണ്ടുന്ന വിടുപണി ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. ഇത് അല്പം വികാരത്തോടു കൂടെ പറയുന്നതാണ്. കാരണം നമ്മളെയൊക്കെ തന്നെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞു മക്കളാണ്, ഇന്ത്യൻ്റെ മക്കളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ നയത്തെ കാണാതെ, ഈ നയം ഇങ്ങനെയാണെങ്കിൽ നാളെ ആത്മഹത്യകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയിലുണ്ടാവും, ആന്ധ്രയിലും മറ്റെല്ലാം നടക്കുന്നത്, തെലങ്കാനയിലും നടക്കുന്നത് ഒന്ന് പഠിച്ചു നോക്ക്. എന്താ ഇതിൻ്റെ കാര്യം? അപ്പോൾ എൻട്രൻസിന് ഇല്ലെങ്കിൽ രക്ഷയില്ല. അതിന് വേണ്ടുന്ന സമ്മർദ്ദം കുട്ടിയുടെ തലയിലേക്ക് ഉണ്ടാക്കി കുട്ടിയെ മാനസികമായും ബാക്കി എല്ലാ രീതിയിലും ക്ഷീണിപ്പിക്കുന്ന നയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് കുട്ടികൾ കാണും. അവിടെ കുട്ടികൾ ഇത് ബേസ്മെൻ്റ് ആണോ മറ്റോ ഒന്നല്ല, പഠിക്കാൻ വേണ്ടി ഇരുന്ന മക്കളാണ്. അത് ലൈബ്രറിയിൽ വന്നിരുന്ന് പഠിക്കുന്ന മക്കളാണ്. ആ ലൈബ്രറി സുരക്ഷിതത്വം ആക്കണമെന്ന് തോന്നണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സൗകര്യമുള്ള നയങ്ങളില്ലാതിരിക്കണം. മറ്റത് ശരി തന്നെയാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും വികേന്ദ്രീകരണ സംഗതി. അങ്ങനെ വികേന്ദ്രീകരിക്കണമെങ്കിൽ അധികാരം വികേന്ദ്രീകരിക്കണമെന്നേ. അധികാരങ്ങൾ വികേന്ദ്രീകരിക്കുകയും എല്ലാം കേന്ദ്രീകരിക്കുന്നതിന് പകരം വികേന്ദ്രീകൃതമായ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് നയങ്ങൾ മാറ്റിക്കൊണ്ടല്ലാതെ എങ്ങനെ ചെയ്യുന്നത്? ഒന്ന്, കോളേജിൻ്റെ കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിലെ UGC എന്ന് പറയുന്ന മാൻഡേറ്ററി ഏജൻസി വഴി നടത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല, ഒറ്റ ഉത്തരവ് ഇറക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെയല്ല സാധാരണ ചെയ്യാറ്. അതേപോലെ സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിൽ പൈസ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് SSA വഴിയും ചെയ്യുന്നു.
ഇങ്ങനെ സമഗ്ര ശിക്ഷ വഴിയും ചെയ്യുന്നു. ഇങ്ങനെയല്ലേ പിന്നെ സ്റ്റേറ്റുകളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പം സ്റ്റേറ്റുകളൊക്കെ ഡൽഹി മാതിരിയല്ല, മുഴുവൻ സ്റ്റേറ്റുകളുടെയും മേലെ വിദ്യാഭ്യാസത്തിൽ കുച്ചുവലങ്ങിടുന്ന നയസമീപനങ്ങൾ തുടരുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ കൂടുതലുണ്ടാവും. കാരണം സ്വകാര്യ മുതലാളിമാർ, കോർപ്പറേറ്റുകൾ അതിശക്തമായി ഈ രംഗത്ത് ഇപ്പോൾ ഉണ്ട്. അവർക്ക് മീഡിയനെ സ്വാധീനിക്കാം, ഭരണത്തെ സ്വാധീനിക്കാം, എല്ലാറ്റിനെയും സ്വാധീനിക്കാം. ഈ സ്വാധീനത്തിൻ്റെ ബലിയാടാവുന്നത് നമ്മുടെ മക്കളാണ് എന്നുള്ളത് അവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം നോക്കണം. നാളത്തെ ഇന്ത്യയിൽ ജീവിക്കേണ്ടവരവരെല്ലാം തന്നെ, നാളത്തെ ഇന്ത്യ പടുക്കേണ്ടവരവരൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ കാണണമെങ്കിൽ അതിന് വിഘാതമാവുന്ന നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം അപകടങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പം തമിഴ്നാടിൻ്റെതായിട്ടുള്ള നിലപാടെടുത്തു. അത് നിലനിൽക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം ഈ തമിഴ്നാട് ഇത്ര ധീരമായ ഒരു നിലപാടെടുത്തതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഒരു ദളിത് പെൺകുട്ടി, അവൾ +2-ന് ഉന്നത വിജയം നേടിയതാണ്. ഏതാണ്ട് ഫുൾ മാർക്കിന് അടുപ്പിച്ച് മാർക്ക് കിട്ടിയതാണ് ആ പെൺകുട്ടിക്ക്. ഏറ്റവും വലിയ മോഹം ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു. അവളുടെ അമ്മ ചികിത്സ കിട്ടാതെ മരിച്ചു പോയതാണ്. ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. പക്ഷേ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതിയായിരുന്നില്ല ആ കുടുംബത്തിൻ്റേത്. ആ ദളിത് കുടുംബത്തിന് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. നീറ്റ് പരീക്ഷ എഴുതി, പക്ഷേ ഒരു ക്വാളിഫൈ സ്ക്വാറിലേക്ക് ആ കുട്ടിക്ക് എത്താൻ കഴിഞ്ഞില്ല. ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ആ കുട്ടി കഴിവില്ലാത്തതോ മിടുക്കിയായതുകൊണ്ടോ ഒന്നുമല്ലല്ലോ, ഫിസിക്സിനൊക്കെ വലിയ മാർക്കാണ് ആ കുട്ടിക്ക് ലഭിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ തമിഴ്നാടിനെ ഇത്തരത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരകമായ ഒരു ഘടകം. ഈ ഒരു സാമൂഹിക അവസ്ഥ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടുപോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നമ്മുടെ ക്യാമ്പസുകൾ കേരളത്തിൽ തന്നെ എടുക്കാം. നമുക്ക് ദേശീയ തലത്തിലേക്ക് പോകുന്നത് കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷനുകൾ വരുന്നതിന് മുമ്പ് നമ്മുടെ മെഡിക്കൽ കോളേജ്, ഉന്നത വിദ്യാഭ്യാസം, ഇതേപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൻ്റെ ക്യാമ്പസുകൾ എന്ന് പറഞ്ഞത് ഗ്രാമത്തിൻ്റെ മണം കൂടി ഉണ്ടായിരുന്നു, ഗ്രാമത്തിൻ്റെ ഗന്ധം കൂടി ഉണ്ടായിരുന്നു. ആടെ ഒരു പിന്നെ എന്താ പറയേണ്ടത്, മാനുഷികമായിട്ടുള്ള പിന്നെ എമ്പതി എന്ന് പറയുന്ന, അനുതാപം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ തന്നെ പലതരം നയങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ വരുന്നതോടുകൂടി ഇനി സംസ്ഥാനങ്ങൾക്കടക്കം ഒന്നിനും വിലയില്ലാണ്ടാവുകയെന്ന്, സ്റ്റേറ്റിനൊന്നും നിലപാടിനൊന്നും വിലയില്ലാണ്ടാവുകയാണ്. അപ്പം ഇങ്ങനെ എല്ലാം സെൻട്രലൈസ് ചെയ്ത് ആ തമിഴ്നാട്ടിലെ പിന്നെ ആ മോളുടെ മരണം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ സമയത്തും ചർച്ചയിൽ നമ്മൾ പങ്കെടുത്തതാണ്. കാരണം അവരൊരു നിലപാടത് അത്തരം കുട്ടികൾക്ക്, സാധാരണക്കാരായ കുട്ടികൾക്ക് പ്രാപ്യമാകുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിന് പകരം ഇത്തരം കേന്ദ്രങ്ങൾ മാത്രം ആശ്രയിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നയപരിപാടികൾ, അതാണ് ഞാൻ പറയുന്നത്. ഒന്ന് കെട്ടിടം തടയുമായി ബന്ധപ്പെട്ട കാര്യം വേറൊരു രീതിയിലാണ് കണ്ടത്. പക്ഷേ അതിന് കാരണം എന്താണ്? അതിന് കാരണം ദേശീയാടിസ്ഥാനത്തിലുണ്ടാവുന്ന നയങ്ങളാണ്. അതുകൊണ്ട് ഈ നയം തുടരുന്നിടത്തോളം കാലം കൂണുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ വരും. ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത്, കോളേജ് അഡ്മിഷന് പോലും ഇനി നീറ്റ് എക്സാം വേണം എന്ന് പറയുന്നത് എങ്ങനെ നീതീകരിക്കും? ഈ കുട്ടികളെ ഈ രീതിയിൽ മാനസികമായി പീഡിപ്പിക്കേണ്ടതുണ്ടോ? ആത്മഹത്യയിലേക്ക് തള്ളിവിടേണ്ടതുണ്ടോ? ഇങ്ങനെ ആർക്കും എവിടെയും കേന്ദ്രങ്ങൾ തുടങ്ങത്തക്ക രീതിയിലുള്ള ഒരു സൗകര്യം, ഒരു നിർബന്ധം ഇല്ലെങ്കിൽ അതിനു വേണ്ടുന്ന അവസരം നൽകേണ്ടതുണ്ടോ? ഇതൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ചോദ്യം. അപ്പം ഡൽഹിയിലെ ഈ മരണം എന്ന് പറയുന്നത് പിന്നെ കേവലം ബിൽഡിംഗ് റൂളിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഇതൊരു കുറേയും കൂടി വിശാലമായ മാനത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. വിശാലമായ ഒട്ടേറെ തലങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതുണ്ട്. BJP പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണുവിലേക്കാണ് പോകുന്നത്. ശ്രീ BG വിഷ്ണു,
ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ കേവലം AAPയെ കുറ്റപ്പെടുത്തുക എന്നത് മാത്രം അല്ല, വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ സേഫ്റ്റിക്ക് മുൻഗണന നൽകണം എന്നാവശ്യപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമോ? അല്ല, കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ ഡൽഹിയിൽ കഴിയുന്ന എല്ലാ വിഷയങ്ങളിലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അതിശക്തമായി ഇടപെടും. ഇനി ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായാലും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലായാലും ഡൽഹിയിൽ ഏതെങ്കിലും നയങ്ങളിലോ നിയമത്തിലോ മാറ്റം ഇതിപ്പോൾ മഴക്കാലമാണ്, വേനൽക്കാലത്ത് കടുത്ത വരൾച്ച ദില്ലി അഭിമുഖീകരിച്ച സമയത്ത്, അവിടെ ജലദൗർലഭ്യം നേരിട്ട സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലും അവിടെ ഉണ്ടായില്ല. ഹരിയാനയിൽ നിന്ന് വെള്ളം വരുന്നതിനെ പോലും തടയുന്നൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ഈ ആപത്ഘട്ടത്തിലെങ്കിലും ഈ രാഷ്ട്രീയ വിരോധമെല്ലാം മറന്ന്, ഈ പരസ്പരം പോരടിക്കുന്നൊരു സമീപനം മറന്നുകൊണ്ട് ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമോ കേന്ദ്ര സർക്കാർ എന്നാണ് ചോദിക്കേണ്ടത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും സാമ്പത്തിക സഹായം നൽകുന്നതും ഡൽഹി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ്. എല്ലാ കാര്യങ്ങളിലും നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്ന ശേഷം ഡൽഹിയിലെ ജനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ നയങ്ങൾ തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. AAP സർക്കാർ നയങ്ങളോ നിയമങ്ങളോ പാലിക്കാതെ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ചില നിയമപരമായ നടപടികൾ അവർക്ക് സർക്കാരിനായാലും നേരിടേണ്ടി വരുമല്ലോ. ചട്ടങ്ങൾ ലംഘിക്കാൻ പാടില്ലല്ലോ. ആ ചട്ടങ്ങൾ ലംഘിക്കുമ്പോഴാണ് ചിലപ്പോൾ AAP സർക്കാരിന് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അത് രാജ്യത്തെ നിയമമാണ്. നിയമം ലംഘിക്കാനുള്ള യാതൊരു അധികാരവും AAP സർക്കാരിനില്ല. രാഷ്ട്രീയമായി ഒരു തരത്തിലുള്ള പോരല്ല, രാഷ്ട്രീയമായി എതിർക്കേണ്ടതിന് രാഷ്ട്രീയമായി എതിർക്കുകയും എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. സർക്കാരിന്റെ ബഡ്ജറ്റിലെ സുരക്ഷാ സംവിധാനങ്ങളുമായ ബഹുഭൂരിപക്ഷം പണവും സർക്കാർ ഏറ്റവും കൂടുതൽ ചെലവിടുന്നത് ഡൽഹിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഡൽഹി തലസ്ഥാന നഗരമാണ്. കേന്ദ്ര സർക്കാരിന്റെ കൂടി ചില അധികാര പരിധികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട്. 24 മണിക്കൂറായല്ലോ ഈ സംഭവം നടന്നിട്ട്. ഡൽഹിയിലെ ജനങ്ങളുടെ എന്ത് ഇടപെടലാണ് അവിടെ ഉണ്ടായത്? അല്ല, MP കൃത്യമായി ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഈ കാരണങ്ങളിൽ വീഴ്ച വരുത്തിയ AAPയുടെ തദ്ദേശ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത്. ആമയിഴഞ്ചാൻ തോടിന്റെ വിഷയത്തിൽ നരേന്ദ്രമോദിയാണോ പ്രതികരിക്കേണ്ടത്? കേരള മുഖ്യമന്ത്രിയാണോ പ്രതികരിച്ചത്? കേരള മുഖ്യമന്ത്രി അതിനുശേഷം യോഗം വിളിച്ചു കൂട്ടിയത്. 24 മണിക്കൂറായല്ലോ ഈ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങളെ നയിക്കേണ്ട IAS ആസ്പിരൻസ് ആണ് അവിടെ 3 പേർ മുങ്ങി മരിച്ച ഒരു സാഹചര്യമുണ്ടായത്. ഒരു മലയാളിയടക്കം മുങ്ങി മരിച്ച സാഹചര്യമുണ്ടായത്. ഈ അഴുക്ക് ചാലിൽ നിന്നുള്ള വെള്ളം കുടിച്ചാണ് ആ വിദ്യാർത്ഥികൾ മരിച്ചത്. കേന്ദ്ര സർക്കാരിനൊരു ബാധ്യതയില്ലേ? കേന്ദ്ര സർക്കാർ മിണ്ടണ്ടേ ഈ ഘട്ടത്തിലെങ്കിലും? കേന്ദ്ര സർക്കാരും ഡൽഹിയിലെ സർക്കാർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. സർക്കാർ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല. വരുത്തിയത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബാക്കിയുള്ള അവിടുത്തെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ എത്ര പെട്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ ഡൽഹിയിൽ പ്രവർത്തിച്ചത്. NDRF സംഘമടക്കം വളരെ പെട്ടെന്ന് എത്തിയതുകൊണ്ടാണ് വലിയൊരു കൂട്ടക്കൊലയിൽ നിന്ന് ഡൽഹി സർക്കാരിന് രക്ഷപ്പെടാൻ പറ്റിയത്. അങ്ങ് വിദ്യാർത്ഥികളെ കണ്ടതാണ്. എന്തായിരുന്നു കേന്ദ്രത്തിന്റെ ഇടപെടൽ, NDRFന്റെ ഇടപെടൽ? V. ശിവദാസൻ, അങ്ങ് അവിടെ ഓടിയെത്തിയതാണ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക്. എന്തായിരുന്നു അങ്ങേക്ക് കിട്ടിയ പ്രതികരണം? സംവിധാനങ്ങളുമൊക്കെ കൃത്യമായി ഉള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും അവരെ രക്ഷിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞത്. ശിവദാസൻ, അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല. വിദ്യാർത്ഥികൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് അവിടെ സ്ഥിതി ഉണ്ടായിട്ടുള്ളതെന്ന്. വിദ്യാർത്ഥികൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞ വാക്ക് ഈ ലോകം കേട്ടതാണ്. അപ്പോൾ ആ ലോകം കേട്ട കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാനത് വീണ്ടും ആവർത്തിക്കേണ്ടുന്ന ആവശ്യമില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താ, വിഷ്ണു പറയാത്തൊരു കാര്യമുണ്ട്. അത് എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫർ, അവരെ പോസ്റ്റിംഗ്, അവരുടെ മുകളിൽ സർക്കാരിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പറയാനുള്ള അവകാശാധികാരം ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് കൊടുത്തത്? പിന്നെ സർക്കാരിന് എന്താ അധികാരമുള്ളത്? പിന്നെ സർക്കാരെന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് കാണേണ്ടത്
യൂണിയൻ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം. ബ്രിട്ടീഷുകാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പാലം പണിതിട്ടുണ്ട്, റെയിൽപാളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ല, അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെയാണോ അവരോട് എടുക്കേണ്ടത് സമീപനം? ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യ അല്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശാധികാരങ്ങളുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമുണ്ട്. അതിനെയൊക്കെ തകർത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ, അതിന് പറ്റുന്ന ഉത്തരവിറക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റിയവർക്ക്? 2, സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ അവകാശാധികാരങ്ങളും എടുത്തു കളയുന്നു, അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നു. എന്നിട്ട് അവിടങ്ങളിലുണ്ടാവുന്ന ദുരന്തങ്ങളുടെ, അവിടങ്ങളിലുണ്ടാവുന്ന പ്രയാസങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാന സർക്കാരുകളുടെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും മുകളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് പവറുണ്ട്, പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ബ്രിട്ടീഷ് തിയറിയാണ്. നികുതി മുഴുവൻ പിരിച്ചു കൊണ്ടുപോവുക, എന്നിട്ടോ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും, ആരോഗ്യം, വിദ്യാഭ്യാസം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലെന്ന് ബ്രിട്ടീഷുകാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി എന്ന ബ്രിട്ടീഷ് തിയറി ഈ ജനാധിപത്യ ഇന്ത്യയിൽ BJP പ്രയോഗിക്കുന്നു. അത് ദുരന്തത്തെ കൂടുതൽ തീവ്രതരമാക്കുന്നു. 3, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വ്യാപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിൻ്റെ പങ്കുപറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്നുള്ളത് ഇന്ത്യയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വ്യാപകമാകുന്ന നയത്തിൽ നിന്ന് പിന്തിരിയണം. തമിഴ്നാട് നീറ്റിനോടെടുത്ത സമീപനമുണ്ട്. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സംഘടനകൾ നീറ്റിനോടെടുത്ത സമീപനമുണ്ട്. നീറ്റ് എന്ന പരീക്ഷ തീരുമാനിച്ച് മുമ്പോട്ട് വച്ചപ്പോൾ തന്നെ പ്രതികരണം വന്നതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരിലൊരാളായിട്ടുള്ള CR അതിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ സംവിധാനങ്ങളെ നാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. സർവകലാശാലകളിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഒറ്റ എൻട്രൻസ് ടെസ്റ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും കേരള സർവകലാശാലക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ പരീക്ഷകൾ നടത്താൻ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപപ്പെടുത്തുകയാണ്. എന്തിനാണ് ഒരു ഏജൻസി ഇന്ത്യയിലാകെയുള്ള അംഗനവാടികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയുള്ള പരീക്ഷകളെന്നാണ് നിങ്ങൾ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് തന്നെ? എന്തിനാണ് അങ്ങനെ ഒരു ഏജൻസി? ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരീക്ഷ പ്രവേശനത്തിന് എല്ലാ പരീക്ഷയും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നടത്തേണ്ടതുണ്ടോ? ആ പരീക്ഷകൾ യൂണിവേഴ്സിറ്റികൾ നടത്തിക്കൂടെ? നമ്മുടെ കലാമണ്ഡലത്തിലേക്ക് അഡ്മിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കലാമണ്ഡലംകാർ തീരുമാനിച്ചാൽ പോരെ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കേണ്ടതിൻ്റെ മാനദണ്ഡങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തീരുമാനിച്ചാൽ പോരെ? ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റിയും പ്രവർത്തന രൂപ പദ്ധതിയും ഉണ്ടാവും. ആ പ്രവർത്തന പദ്ധതിയാണ്, ആ വൈവിധ്യമാണ്, ആ വൈജ്ഞാനിക സമ്പത്താണ് അവരുടെ മുന്നോട്ട് പോക്കിനെ ശക്തിപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാ പരീക്ഷകളും കേന്ദ്രീകരിച്ച് നടത്തുക എന്നുള്ള നയത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകണം. അതിനെ ശാക്തീകരിക്കുന്ന നിങ്ങളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് BJP സർക്കാർ പുറകോട്ട് പോകണം. ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അനാവശ്യമായി നിങ്ങൾ വിഷ്ണു ഉൾപ്പെടെയുള്ളവർ, വിഷ്ണു അംബാനിയുടെയോ അദാനിയുടെയോ ഒന്നും കുടുംബത്തിൽ പറഞ്ഞ ആളുകളല്ലല്ലോ നമ്മളാരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പാവങ്ങളോടുള്ള, സാധാരണക്കാരോടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരും നാട്ടുകാർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരുമല്ലേ? അപ്പോൾ ആ ശബ്ദമായി മാറാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഒറ്റക്കെട്ടായി ഈ നയത്തിനെതിരായി അണിനിരക്കാൻ പറ്റണം. ഇനിയൊരു വിദ്യാർത്ഥിയുടെയും ജീവൻ പൊലിയാൻ പാടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ, സുരക്ഷാ ഓഡിറ്റ് നടത്താതെ കെട്ടിടങ്ങളിൽ കോച്ചിങ് സെൻ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് ആർജവത്തോടുകൂടി പറയാൻ പറ്റുന്നവരായിട്ട് നമ്മുടെ ഭരണ നേതൃത്വം മാറണം. അതിന് പറ്റുന്ന നിലയിൽ യൂണിയൻ ഗവൺമെന്റ് ഈ വിഷയത്തിൽ കോച്ചിങ് സെന്ററുകൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു റെഗുലേറ്ററി സംവിധാനം ഏർപ്പെടുത്തട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്തു. ഇതിൽ അതിഥികളായി പങ്കെടുത്ത ഡോക്ടർ ശിവദാസൻ MP, അഡ്വക്കേറ്റ് BG വിഷ്ണു, ഡോക്ടർ C രാമകൃഷ്ണൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.